നാം എത്തി നിൽക്കുന്ന കാലഘട്ടത്തെ വിലയിരുത്തിക്കൊണ്ട് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് ധന്യനായ പൗലോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യം. നമുക്കെല്ലാവർക്കും വേദപുസ്തകം തുറന്ന് ആ പുസ്തകത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. 2 തെസ്സലോനിക്കർ 1-ന്റെ 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദമുയർത്തി ഒന്ന് പറയണം. നിത്യനാശം എന്ന ശിക്ഷാവിധി. ശബ്ദം ഉയർത്തിയത് പറഞ്ഞേ. എല്ലാവരും കൂടെ ചേർന്ന് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ. നിത്യനാശം എന്ന ശിക്ഷാവിധി. ഞാനിന്ന് രാത്രി പ്രിയപ്പെട്ടവരുടെ മുൻപിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം അപ്പസ്തോലിക കാലഘട്ടത്തിൻ്റെ കറതീർന്ന സുവിശേഷത്തിൻ്റെ തീവ്രമായ ആശയങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഞാൻ സാധാരണ പ്രസംഗത്തിൽ പറയാറുണ്ട്, സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ സഹോദരിമാർക്കുള്ള ഏകാഗ്രത പോലെ വേണം വചനത്തിൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സിനെ ഭരിക്കാൻ. എന്താണ് ഇവിടെ പ്രസംഗിക്കുന്നതെന്ന് നിങ്ങളിന്ന് രാത്രിയിൽ മനസ്സ് തുറന്ന് കേൾക്കണം. നാം എത്തി നിൽക്കുന്ന കാലഘട്ടം ഏതൊരു കാലഘട്ടത്തേക്കാൾ അപകടകരമായ കാലഘട്ടമാണ്. ഈ തലമുറയിൽ എൻ്റെ കർത്താവ് മടങ്ങി വരും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആ വേദപുസ്തകം സാധാരണ ഞാൻ പറയുന്നത് പോലെ കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? ആ പുസ്തകം കരങ്ങളിൽ ഒന്ന് പിടിച്ച് ശബ്ദമുയർത്തി ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ഈ പുസ്തകത്തിനായി കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ലോകത്തിലെ ഇതര മതഗ്രന്ഥങ്ങളെക്കാൾ, ജൈന മതഗ്രന്ഥത്തെക്കാൾ, ഹിന്ദു മതഗ്രന്ഥത്തെക്കാൾ, ഇസ്ലാം മതഗ്രന്ഥത്തെക്കാൾ, വേദങ്ങളെക്കാൾ, ബ്രാഹ്മണങ്ങളെക്കാൾ, ഉപനിഷത്തുകളെക്കാൾ, പുരാണങ്ങളെക്കാൾ, സ്മൃതികളെക്കാൾ, ലോകം കണ്ടറിഞ്ഞിട്ടുള്ള ചൂടേറിയ ഗ്രന്ഥങ്ങളെക്കാൾ വേദപുസ്തകത്തിൻ്റെ അതുല്യത, വിശുദ്ധ ബൈബിളിൻ്റെ അത്യുന്നതം, വിശുദ്ധ ബൈബിളിൻ്റെ ദിവ്യത്വം ഇതെവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാളെ നടക്കാൻ തുടങ്ങുന്ന കാര്യങ്ങൾ കൃത്യമായി ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു പുസ്തകം ലോകത്തിലില്ല. അതുമായി നടക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഭാഗ്യശാലികളാണ്. നിങ്ങൾ തിരിച്ചറിയുക, നമ്മളിവിടെ ഇന്ന് രാത്രി ഇരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ മധ്യപൂർവ്വ പ്രദേശം പുകയുകയാണ്. അടുത്തൊരു മഹായുദ്ധത്തിൻ്റെ ശംഖുനാദവും കേളികൊട്ടലും അവിടെ ഉയരുകയാണ്. അതിൻ്റെ പിൻപിൽ അണിനിരന്നിരിക്കുന്ന പ്രധാന രാജ്യം ഇറാനാണ്. അതിന് പുറകിൽ ശത്രു സൈന്യമായി ഇരമ്പി കയറാൻ തുടങ്ങുന്നത് റഷ്യയുടെ പിന്തുണയിലുള്ള ഒരു സമൂഹമാണ്. ഒരു ഘോര യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഓർക്കണം, നമ്മുടെ കയ്യിലിരിക്കുന്ന കറുത്ത ബൈൻഡിട്ട ഈ വിശുദ്ധ ബൈബിളിൽ ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഇറാന്റെ പിന്തുണയോടുകൂടെ യഹൂദന്റെ കരൾ പറിക്കാൻ ഒരു വലിയ പറ്റം സൈന്യം യെരുശലേമിൽ ഓടിയെടുക്കുന്നത് അന്ത്യം ഒരു മഹായുദ്ധമായി തീരും എന്നെഴുതി വച്ച പ്രവചനം നിറഞ്ഞ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമെങ്കിൽ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ പറഞ്ഞ ഈ തലമുറയിൽ തന്നെ നമ്മുടെ കർത്താവ് മടങ്ങി വരും. കാലാവസ്ഥ മാറുകയാണ്. 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന 6000 ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവനിലയമായ സൂര്യൻ അതിൻ്റെ അത്യുഗ്രമായ വംശശക്തിയെ ഭൂമിയിലേക്ക് ആവഹിപ്പിച്ച് സൂര്യതാപം കുതിച്ചുയരുകയാണ്. ഇങ്ങനെ മുൻപോട്ട് പോയാൽ കാലാവസ്ഥ എവിടെ എത്തിച്ചേരും? എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു. സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം ഇങ്ങനെ പറയുന്നുണ്ട്: അടുത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, തീ കൊണ്ട് മനുഷ്യനെ ചുടത്തക്ക വിധം സൂര്യന് ഭൂമിമേൽ അധികാരം ലഭിച്ചു, മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഇന്നത്തെ കാലാവസ്ഥയുടെ ചൂട് സഹിച്ചാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ കാലാവസ്ഥയുടെ താപം ഉയർന്നിട്ട്
മനുഷ്യൻ സഹിക്കാൻ കഴിയാതെ സൺഷോക്ക് കൊണ്ട് കത്തി വീഴുന്ന കാലമുണ്ടാകുമെന്ന് എഴുതി വെച്ച വചനമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ. ഇതുപോലെ സത്യമായൊരു ഗ്രന്ഥം ലോകചരിത്രത്തിലില്ല. ഈ വിശിഷ്ട ഗ്രന്ഥത്തിൽ മനുഷ്യന്റെ ഡെസ്റ്റിനിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു പ്രമേയം, യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനോടനുബന്ധിച്ച് യുഗാന്ത്യ സംഭവങ്ങളെ പ്രതിപാദിക്കുന്ന മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21, 1-2 തെസ്സലോനിക്കർ, 1 കൊരിന്ത്യർ 15, വെളിപ്പാട് പുസ്തകം, ഈ ഭാഗങ്ങളെ പരിശോധിക്കുമ്പോൾ മടങ്ങിവരവ്, യുഗാന്ത്യ രംഗങ്ങൾ, ഇവയെക്കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായൊരു ഭാഗമാണ് തെസ്സലോനിക്ക ലേഖനം. അവിടെ മനുഷ്യവർഗം ചെന്നവസാനിക്കാൻ തുടങ്ങുന്ന അതിഗൗരവമേറിയ ഒരു സ്ഥലത്തെക്കുറിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. ഇത് സാധാരണ കൺവെൻഷൻ വേദികളിലും ഉണർവ് യോഗങ്ങളിലും പ്രസംഗിച്ച് കേൾക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാത്രി, സമയത്തിൻ്റെ പരിധി ഉണ്ടെങ്കിലും മണിക്കൂറുകൾ ഈ വിഷയം വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിർത്താം. ശ്രദ്ധിച്ച് കേൾക്കുക. സുവിശേഷം നിഷേധിക്കുന്ന വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? സുവിശേഷം നിഷേധിക്കാൻ തുടങ്ങുന്ന വ്യക്തിക്ക് സംഭവിക്കാൻ തുടങ്ങുന്ന പ്രത്യാഘാതം, കർത്താവിൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹത്വം വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അറിയും. നിത്യനാശം എന്ന ശിക്ഷാവിധി യാഥാർത്ഥ്യമാണോ? കല്ലറയ്ക്കപ്പുറത്ത് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? ശവമടക്ക് കഴിഞ്ഞാൽ ചത്ത പിന്നത്താല് തെക്കോ വടക്കോ എങ്ങോട്ടിരുന്നാൽ എന്താ ഉപദേശി? മരണം കഴിഞ്ഞ് വല്ലതിനും നിലനിൽപ്പുണ്ടോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന മാംസപിണ്ഡമല്ല. മനുഷ്യൻ ഒരു ജൈവരാസരൂപമല്ല. മനുഷ്യൻ ചിന്തിക്കുന്ന ജന്തുവല്ല. മനുഷ്യൻ പ്രകൃതിയിലെ ഭാഷാസ്വാധീനതയും ചിന്താശക്തിയുമുള്ള ഒരു രൂപമല്ല. വാളുകൊണ്ട് മുറിക്കാൻ കഴിയാത്ത, തീ കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കാൻ കഴിയാത്ത അവിനാശിയായ ആത്മാവ് കുടികൊള്ളുന്ന ആളത്വമാണ് ഞാനും നിങ്ങളും. എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്ന ഒരു ഭാവിയുണ്ട്. ആ ഭാവി കല്ലറ കൊണ്ട് അവസാനിക്കില്ല. കല്ലറയ്ക്കപ്പുറത്ത് ചില വസ്തുതകൾ യാഥാർത്ഥ്യമാണ്. ഈ വസ്തുതകൾ ശ്രദ്ധിച്ച് കേൾക്കണം. മരണാനന്തരം ആത്മലോകം എന്നുള്ളത് സത്യമാണോ? സ്പിരിച്വൽ വേൾഡ് യാഥാർത്ഥ്യമാണോ? സ്തോത്രം. സ്പിരിച്വൽ വേൾഡ്, ആത്മതലം യാഥാർത്ഥ്യമാണോ? ഭൂതം, പ്രേതം, പിശാച് എന്നതൊക്കെ സത്യമാണോ? ചോദിക്കുന്ന ആളുകളുണ്ട്. ബഷീർ എന്ന ശ്രദ്ധേയനായ എഴുത്തുകാരനെ കേരളക്കരയ്ക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം എഴുതിയ ഭാർഗവീ നിലയം എന്ന ഒരു പുസ്തകമുണ്ട്. ഈ ഭാർഗവീ നിലയം എഴുതുവാൻ ഒരു പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം മറ്റൊന്നല്ല, അദ്ദേഹം ഒരു വീട് വാടകയ്ക്കെടുത്തു. ദാരിദ്ര്യത്തിൻ്റെ സമയത്താണ് ഈ വീട് വാടകയ്ക്കെടുത്തത്. അദ്ദേഹത്തിന് അന്ന് കറണ്ടില്ലാത്ത സമയം ഒരു ചിമ്മിനി വിളക്കാണ് വായനയ്ക്കും എഴുത്തിനുമൊക്കെ ഉള്ളത്. ചിമ്മിനി വിളക്കിൽ മണ്ണെണ്ണ തീർന്നു. മണ്ണെണ്ണ തീർന്നപ്പോൾ അതിൻ്റെ മണ്ണെണ്ണ അവസാനത്തെ തുള്ളി കത്തി തീരാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹം തിരി താത്ത് വെച്ചിട്ട്, ഇപ്പോഴത്തെ പിള്ളേരോട് തിരി താത്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല, തിരി താത്ത് വെച്ചിട്ട് അങ്ങേപ്പുറത്തെ വീട്ടിൽ താൻ ചില മണ്ണെണ്ണ വാങ്ങിക്കാൻ പോയി. മണ്ണെണ്ണ വാങ്ങിച്ച് താൻ തിരിച്ച് നടന്നു വരുമ്പോൾ മുറിക്കകത്ത് മുഴുവൻ ഒരു വലിയ നീലപ്രകാശം കത്തി ജ്വലിക്കുന്നു. താൻ കയറി വന്ന് ജനലിലൂടെ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഈ തിരിതാത്ത് വെച്ച മണ്ണെണ്ണ വിളക്കിൽ നിന്നും ഒരു മഹത്തായ ജ്വാല ഉയർന്ന് ആ മുറി മുഴുവൻ നീല വെളിച്ചത്തിൽ കത്തി നിൽക്കുകയാണ്. സ്തോത്രം. തനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി. താൻ തിരിച്ചു ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഈ വീട് കുറഞ്ഞ വിലയ്ക്ക് വാടകയ്ക്ക് കിട്ടിയത്? ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ തൊട്ടടുത്ത വീട്ടുകാർ പറഞ്ഞു, ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഭാർഗവി എന്നൊരു സ്ത്രീ ഇവിടെ അടുത്ത കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതിന് ശേഷം അസാധാരണമായ ചില സംഭവങ്ങൾ ആ വീട്ടിൽ ആവർത്തിച്ചരങ്ങേറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേതബാധയുള്ള വീട് എന്ന പേരിൽ ഈ വീട് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയൊന്നും ആൾക്കാർ താമസിക്കാറില്ല. അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് കൊടുക്കാൻ വയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങളെ കിട്ടിയത്. അതിനാലാണ് വാടക കുറച്ച് വീട് കിട്ടിയത്. അദ്ദേഹം അതിനെ കേന്ദ്രീകരിച്ച് ഭാർഗവീ നിലയം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധേയമായൊരു ഗ്രന്ഥം എഴുതി. ഞാൻ പറഞ്ഞു വന്നത്, നീലവെളിച്ചം പൊങ്ങി ഒരു മുറിക്കകത്ത് പ്രേതബാധയുടെ ചിത്രീകരണം കാണിച്ചുവെന്നല്ല, മനുഷ്യന്റെ മനസ്സിന് വിശകലനം ചെയ്യാൻ കഴിയാത്ത
നൂറുകണക്കിന് സംഭവങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു എഴുത്തുകാരൻ എഴുതിയ യാഥാർത്ഥ്യം ഓർക്കുന്നു. ഒരിക്കൽ താൻ ഒരു ഹോട്ടലിൽ ഒരു സ്ഥലത്ത് സന്ദർശിക്കവേ ഹോട്ടൽ മുറിയെടുത്ത് വിശ്രമത്തിനായിട്ടൊരുങ്ങി ഗാഠമായി ഉറങ്ങുകയാണ്. ഉറക്കത്തിനിടയിൽ താൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആശ്ചര്യം പോലെ കാണുന്നു, തൻ്റെ കൺമുൻപിൽ ഫാനിൽ ഒരു സ്ത്രീ കെട്ടിഞ്ഞാന്ന് കിടക്കുന്നു. അവളുടെ ശവം ഫാനിൽ കിടന്നാടുകയാണ്. ഇയാൾ ഞെട്ടിത്തരച്ച് അടിമുടി വിറച്ചെഴുന്നേറ്റു. ഒടുവിൽ ശ്വാസം മുട്ടി കുറച്ചു നേരം ഇരുന്ന് നേരം വെളുപ്പിച്ചു. നേരെ ഓഫീസിലെത്തി ചോദിച്ചു, ആ മുറിക്കകത്ത് അസുഖകരമായത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഉടനെ അവിടെ ആളുകൾ പറഞ്ഞു, ഉണ്ട്. ഇത്ര മാസങ്ങൾക്ക് പുറകിൽ ആ മുറിക്കകത്ത് ഒരു യൗവനക്കാരി ആ മുകളിലത്തെ ഫാനിൽ കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്തതാ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, മനുഷ്യന് വിശകലനം ചെയ്യാൻ കഴിയാത്ത നിരവധി സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ പോഷ്കുണ്ട്, പച്ച പോഷ്കുണ്ട്. ഇതിൽ മാനസിക വിഭ്രാന്തിയുണ്ട്, മാനസിക വിഭ്രാന്തി. എന്നാൽ ഞാൻ പറയട്ടെ, മാനസിക വിഭ്രാന്തിയില്ലാതെ, ഫോഷ്കില്ലാതെ പറഞ്ഞാൽ പറഞ്ഞത് സത്യമായി ചരിത്രത്തിൽ തെളിയിച്ച ഒരുവനുണ്ടെങ്കിൽ അത് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവാണ്. അവൻ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും ആത്മാക്കളുടെ നിത്യതയെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ ഈ വേദവാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ഭാവിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ചില ആളുകൾ പറയാറുണ്ട്, പാസ്റ്റർ നിങ്ങൾ ഈ സുവിശേഷകന്മാർ പേടിപ്പിക്കുക. സ്തോത്രം, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കേട്ടിട്ട് ആകെ പേടി വരുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ യഥാർത്ഥത്തിൽ ദൈവസ്നേഹം മാത്രമേ പ്രസംഗിക്കാവൂ, ഭയപ്പെടുത്തുന്നതൊന്നും പ്രസംഗിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആധുനിക തലമുറയ്ക്ക് നടുവിൽ നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം. ഈ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഭക്തന്മാർ പ്രസംഗിച്ചപ്പോൾ ഗുരുതരമായ ഭാവിയെക്കുറിച്ചുള്ള ഭയം നിമിത്തം ആളുകൾ ദൈവസന്നിധിയിൽ കവിണ് വീണിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പ്രസംഗകൻ, ഒറ്റ പ്രസംഗത്തിൽ 3000 സത്യത്തിലേക്ക് നയിച്ച പത്രോസുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്ന ഒന്നാമത്തെ പ്രസംഗകൻ ആരായിരുന്നു എന്നറിയാമോ? യൂദയുടെ ലേഖനം 15-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അത് പേടിപ്പിച്ചാണോ പ്രസംഗിച്ചത്? സദസ്സൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. യൂദയുടെ ലേഖനം 15-ാം വാക്യം, അനുഗ്രഹീതനായ കർത്തൃദാസൻ പ്രസംഗിച്ച കലർപ്പില്ലാത്ത നിർമ്മല വചനത്തിന്റെ പ്രസംഗ പ്രമേയം എന്തായിരുന്നു? ഒന്ന് കേട്ടാട്ടെ. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളുടെ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു പറഞ്ഞു. എന്താ പ്രവചിച്ചേ? ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വാലല്ലാത്തതെല്ലാം പൊന്നാക്കാം എന്ന മട്ടിൽ നിങ്ങളെ പ്രശംസിച്ചു പറഞ്ഞ ഒരു സദസ്സിലെ പ്രഭാഷകനായിരുന്നു ആദ്യത്തെ പ്രസംഗകൻ. അല്ല, കർത്താവ് വരുന്നു, ഒരു ശിക്ഷാവിധിയുണ്ട് എന്ന് തുറന്നു പറയുകയായിരുന്നു അദ്ദേഹം ആ തലമുറയോട്. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ എന്താ പ്രസംഗിച്ചത്? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ അത് വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയവൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ കൈകളിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. നരകത്തെ കുറിച്ച് പ്രസംഗിച്ച ശക്തനായ കർത്തൃദാസനാണ് യേശുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തുവിന്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? സ്തോത്രം, യേശുവിന്റെ പ്രസംഗ വിഷയം ശ്രദ്ധിക്കണം. ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടക്കാൻ പോരാടുവീൻ. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നെങ്കിൽ എന്നോട് ചേർന്ന് പറയണം.
നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും കടക്കുന്നവർ വളരെയുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വഴി ഇടുക്കവും പാത ഞെരുക്കവുമാകുന്നു. കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അങ്ങനെയാണെങ്കിൽ സദസ്സിനെ സുഖിപ്പിക്കാതെ വരാൻ തുടങ്ങുന്ന ശിക്ഷാവിധിയെ കുറിച്ച് ഉറപ്പിച്ചു പറഞ്ഞ യേശു പറഞ്ഞു, സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, അവനെ നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനായി തീരും. പിതാവാരെയും ന്യായം വിധിക്കാതെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി യേശു ക്രിസ്തു ഇത്ര ആധികാരികമായി പഠിപ്പിച്ചോ? നിങ്ങൾക്കറിയാമോ, ധന്യനായ പൗലോസ്ലീഹ ഒരു പ്രസംഗവേദിയിൽ വന്നിരിക്കുകയാണ്. കേൾക്കാൻ വന്നിരിക്കുന്നത് സാധാരണക്കാരല്ല, ഫെലിക്സ് ദ്രുസില്ല ദമ്പതികളാണ്. ഓർക്കണം, ജഡ്ജി ഭാര്യാസമേതം പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുകയാണ്. പ്രതി പ്രസംഗിക്കാൻ നിൽക്കുന്നു. എങ്ങനെ പ്രസംഗിക്കും? നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എങ്ങനെ പ്രസംഗിക്കും? അയ്യോ, ജഡ്ജിയുടെ മനസ്സ് വേമ്പനാട്ടുകായല് പോലാണെന്നൊക്കെ അങ്ങ് പ്രസംഗിച്ചു കളയും. എന്നാൽ പ്രസംഗിച്ചവൻ എങ്ങനെ കേട്ടാലും എന്റെ പ്രസംഗത്തിന് സ്വർഗമാണ് അടിവരയിടുന്നത് എന്ന ബോധ്യത്തോടെ ഈ ദൈവദാസൻ വിളിച്ചു പറയുകയാണ്, നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ശിക്ഷാവിധി എന്നിവയെ കുറിച്ച് പ്രസംഗിക്കുകയിൽ ഫെലിക്സ് ഭയപരവശനായി. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, പഴയ നിയമ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ സന്ദേശം ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പായിരുന്നു. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ സന്ദേശം കോടാലി വെട്ടി മുറിക്കുന്നത് പോലെ ദൈവശിക്ഷയുണ്ട് എന്ന മുന്നറിയിപ്പായിരുന്നു. യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞ സന്ദേശം ദൈവത്തിന്റെ ശിക്ഷ നരകവിധിയായി വെളിപ്പെടും എന്നായിരുന്നു. യോഹന്നാൻ, പത്രോസ് ആദിയായവർ പ്രസംഗിച്ച പ്രസംഗം ശിക്ഷാവിധിയുടെ മുന്നറിയിപ്പായിരുന്നു. ഇതിന് നടുവിൽ ഇരിക്കുന്ന ദൈവമക്കളെ, 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങളെ വെട്ടിപ്പിടിക്കാൻ സദസ്സിനെ വൈകാരികമായി ഇക്കിളിപ്പെടുത്തുന്ന ഒരു തലമുറയ്ക്ക് നടുവിൽ ഈ ഗ്രൗണ്ട് വിട്ട് പോകുന്നതിന് മുൻപ് നിത്യത ഉറപ്പാക്കാൻ പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു, നിത്യനാശം എന്ന ശിക്ഷാവിധി എന്നെ ഒഴിഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്തിട്ട്, അങ്ങനെ ബോധ്യമുള്ള ദൈവമക്കൾക്ക് സ്തോത്രം പറയാതിരിക്കാൻ കഴിയുകയില്ല. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ. എത്ര ദൈവമക്കളുടെ അധരങ്ങൾ ചലിക്കും? എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാരുടെ നാവിൽ സ്തോത്രം ഉയരട്ടെ. പരിശുദ്ധാത്മാവി രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വെറുതെയല്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ അഴിച്ചുമാറ്റി ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഈ ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ബന്ധിച്ചിരിക്കുന്ന സാത്താന്യ ബന്ധനത്തെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ ബലത്തോടെ വ്യാപരിക്കുകയാണ്. ദൈവാത്മാവി രാത്രി പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ചോദിക്കുന്നു, നിത്യനാശം എന്ന ശിക്ഷാവിധിക്കാണോ നിങ്ങൾ വിധേയരാകാൻ തുടങ്ങുന്നത്? പ്രിയരെ, നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിൽ യേശു ക്രിസ്തു വായി തുറന്ന് ആദ്യം പഠിപ്പിച്ചത് അനുഗ്രഹത്തിന്റെ ബിയാറ്റിറ്റ്യൂഡ്സുകൾ, അനുഗ്രഹ വചനങ്ങളാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തെ കുറിച്ച് യേശു പ്രസംഗിച്ചു. എന്നാൽ മത്തായി 23 വരുമ്പോൾ വായി തുറന്നപ്പോൾ അവൻ സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചാരംഭിച്ചെങ്കിൽ വായി അടയ്ക്കാറായപ്പോൾ അവിടുന്ന് പ്രസംഗിച്ചത് എന്തെന്നറിയാമോ? സ്തോത്രം, സർപ്പസന്തതികളെ, നിങ്ങൾക്ക് നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നരകവിധിയെ കുറിച്ച് പ്രസംഗിച്ചത് യേശുവാണ്. 11 പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് യേശു നരകത്തെ കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി കേൾക്കണം, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ഒരു ഭയം വ്യാപരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അപകട മേഖലയിൽ തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, ശരീരത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങൾ ചൊറിയുകയോ തൊടുകയോ ചെയ്താൽ അവിടെ സെൻസേഷൻ ഇല്ല എങ്കിൽ ആരോഗ്യത്തിന്റെ ലക്ഷണമാണോ അതോ സെമി പാരലിസ്റ്റിക്കിന്റെ ലക്ഷണമാണോ? വിവരമറിയാവുന്നവർക്കറിയാം, ചില ഭാഗത്ത് മരപ്പും പെരുപ്പും തരിപ്പും കൂടിയിട്ട് അവിടെ സ്പർശനശേഷി കുറഞ്ഞാൽ അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെയായിട്ട് നിന്റെ ശരീരം ഗുരുതരാവസ്ഥയിലേക്ക് പോകാൻ പോകുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പാണ്.
അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിന്റെ മുൻപിൽ നരകബോധ്യത്തിന്റെ ഒരു ഭയം നിന്നെ ഭരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ആത്മീയ ആളത്വം അപകടത്തിലാണ്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ ദാസൻ നോഹയോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകം ഉണ്ടാക്കണമെന്ന്. പട്ടിയും പൂച്ചയും എരുമയും എലിയും പുലിയും കോഴിയും കുറുക്കനും വരെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി. നോഹ പെട്ടകമുണ്ടാക്കിയ 450 അടി നീളം, 75 അടി വീതി, 35 അടി പൊക്കമുള്ള പത്തേമാരി ഉണ്ടാക്കി. ആ പെട്ടകമുണ്ടാക്കലിനെ കുറിച്ച് നോഹ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ഭയഭക്തി പൂണ്ട് അവന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അങ്ങനെയാണെങ്കിൽ ഒരു ഭയം ഒരു ഭക്തനെ ഭരിക്കണം. ഞാൻ ചോദിക്കുന്നു, ഉണർവ് എന്ന് പറയുന്നത് വൈകാരികതയുടെ ഒരു തരം ഉന്മാദമാണോ, ദൈവ സാന്നിധ്യത്തിന്റെ ഭയത്തിന്റെ ബോധ്യമാണോ? വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഞാൻ തെളിയിക്കാനുണ്ടെങ്കിലും പറയട്ടെ, 80ഓളം ആളുകൾ കൂടിയ ഒരു വിജ്ഞ സദസ്സ്. ആ സദസ്സിന് നടുവിൽ അനുഗ്രഹിതനായ ഒരു കർത്തൃദാസൻ ചോദിച്ചു, നിങ്ങളിൽ ദൈവ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തിക്കേ എന്ന് പറഞ്ഞപ്പോ കൈ ഉയർത്താൻ ആരുമില്ല. അടുത്തതായിട്ട് ഈ ദൈവദാസൻ ചോദിച്ചു, ശരി, നിങ്ങളിൽ വരാൻ തുടങ്ങുന്ന ദൈവകോപത്തെക്കുറിച്ചും നിത്യ നരകത്തെക്കുറിച്ചും കേട്ടിട്ട് രക്ഷാനിർണയത്തിന് തീരുമാനമെടുത്ത എത്ര പേരുണ്ട്? അതിൽ 98% ആളുകൾ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അവിടെയാണ് തീരുമാനമെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ, ഇതുപോലെ യാഥാർത്ഥ്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ മരണം എന്ന യാഥാർത്ഥ്യത്തെ നീയും ഞാനും അഭിമുഖീകരിക്കുക എന്നുള്ളത്. നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ അടുത്ത കാലത്തെങ്ങും ഇവിടുന്നെങ്ങും പോകുകയല്ലോ എന്നുള്ള മട്ടിലല്ലേ ഇരിപ്പ്. സ്തോത്രം. ഇടത്തും വലത്തും ഇരിക്കുന്നവർ പോയാലും ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും എന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ യേശു ക്രിസ്തു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരാമർശിച്ച നരകത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യ വാക്യങ്ങൾ ഒന്ന് കേൾക്കണം. വായിച്ചാട്ടെ, മത്തായി സുവിശേഷം 25:46 വാക്യം. നരകത്തെക്കുറിച്ച് യേശുവിന്റെ പഠിപ്പിക്കൽ എന്തായിരുന്നു? വേഗം വന്നാട്ടെ. നരകം മത്തായി 25:46 വേഗം. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. അടുത്ത വാക്യം. ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം 41 വാക്യം 25:41. പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. ഒന്ന് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി. നിങ്ങൾ ഇന്ന് രാത്രി പോകുന്ന വഴിക്ക് സാധാരണ പറയുന്ന പോലെ സൈക്കിളിനാ വന്നതെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ലോറി കിട്ടും എന്നൊന്നും അല്ല ഇവിടുത്തെ പ്രസംഗം. അപ്പസ്തോലിക പിതാക്കന്മാരുടെ പ്രസംഗത്തിന്റെ കറതീർന്ന ആശയം പറയുകയാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ച വാക്കുകൾ ശ്രദ്ധിക്കണം. ചത്ത പിന്നെ തല തെക്കോ വടക്കോ എങ്ങോട്ടിരുന്നാൽ എന്താ ഉപദേശി? മരണത്തോടെ കാര്യം തീർന്നു എന്നതാണ് പലരുടെയും ധാരണ. അല്ലെന്നേ, വിശുദ്ധ ബൈബിൾ ഉറപ്പിച്ചു പറയുകയാണ്. എന്താ ആന്റിയെ വായിച്ചത്? ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം ചോദിക്കട്ടെ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും നിത്യാഗ്നി എവർലാസ്റ്റിംഗ് ഫയർ ഒരുക്കിയിരിക്കുകയാണോ? നരകത്തെ സംബന്ധിച്ച് അഥവാ നിത്യനാശമെന്ന ശിക്ഷാവിധിയെ കുറിച്ചാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന ആളത്വത്തിന്റെ പ്രത്യേകത എന്താണ്? നിത്യനാശം എന്ന ശിക്ഷാവിധി, നിത്യാഗ്നി, അത് ഒരുക്കിയിരിക്കുന്നെന്ന് ഞാനൊരു വാക്യം പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും. ഞാൻ നിങ്ങൾക്ക് സ്ഥലം എന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അല്ലേ? മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്. പുത്തൻ യെരൂശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം
പട്ടണം അതിന്റെ ഭംഗി വർണ്ണ്യമല്ലോ. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ നിത്യ വീട്ടിൽ പോകാൻ കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരമുയർത്തിക്കൊണ്ട് പറയണം, ഈ രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചിലവഴിക്കും? അത് നിത്യ നരകമോ നിത്യ ജീവനോ? ശ്രദ്ധിക്കണേ, അവിടെ സ്വർഗം ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന. ചോദ്യം, ഒരുക്കിയിരിക്കുകയാണെങ്കിൽ നരകം ഒരുക്കിയതാരാണ്? ആരായി നരകം ഒരുക്കിയത്? നരകം ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ വീഗാലാൻഡിൽ പോന്ന പോലെ നരകത്തിൽ പോന്നെന്നാ. സ്തോത്രം. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ദൈവദാസന് പറഞ്ഞു, സാറേ, ഈ നരകത്തെ കുറിച്ചൊക്കെ ഇത്ര ഗൗരവമായി പറയുന്നല്ലോ, 10 ഏക്കർ സ്ഥലം ഞാൻ അവിടെ വാങ്ങിച്ചിട്ടിട്ടുണ്ടെന്ന്. ഒരു അധ്യാപകനോട് പറഞ്ഞതാ, 10 ഏക്കർ സ്ഥലം ഞാൻ അവിടെ വാങ്ങിച്ചിട്ടിട്ടുണ്ടെന്ന്. സ്തോത്രം. ഞാൻ ഈ രാത്രി ഈ ദൂത് പറയുമ്പോൾ നിങ്ങളോട് പറയാം, നരകം എന്ന യാഥാർത്ഥ്യത്തെ വെറുക്കുന്ന ഒരു സമൂഹം ഈ തലമുറയിലുണ്ട്. നിങ്ങൾക്കറിയാമോ, എപ്പിസ്കോപ്പൽ വിഭാഗങ്ങളിലെ ഒരുപറ്റം പുരോഹിതന്മാരെ കുറിച്ച് ഈ അടുത്തിടയ്ക്ക് വന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു സർവേ ഉണ്ടായിരുന്നു. വിദേശ സ്കോട്ട്ലൻഡ് പുരോഹിതന്മാരെ കുറിച്ചാണ് ഇങ്ങനെ ആ സർവേ വന്നത്. 37% പുരോഹിതന്മാർ എന്ത് പറയാൻ കഷ്ടം, നരകമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? 37% പുരോഹിതന്മാർ എന്ത് പറയാൻ കഷ്ടം, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നെന്ന്. അതിന്റെ അർത്ഥം ബാക്കി ഒന്നും എന്തുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. പറഞ്ഞാട്ടെ, എന്തിന്? ബഹുമാനപ്പെട്ട പോപ്പിന്റെ പരാമർശനം ഒരു വിഭാഗത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ഉദ്ധരിക്കുന്നില്ല. നരകം ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് സ്തോത്രം, പോപ്പിന്റെ തലയിലെ തൊപ്പി, അതിന്റെ പുറത്തൊരു മേലെഴുത്തുണ്ട്. ആ പൊന്തിഫിക്സ് മാക്സ് എന്ന ആ മേലെഴുത്തിന്റെ പ്രധാനപ്പെട്ട പ്രയോഗത്തിന്റെ അർത്ഥം എന്താ? പാലം പണിയുന്നയാൾ എവിടെ നിന്ന് എവിടേക്ക്? നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാലം പണിയുകയാണ് എന്ന് പറഞ്ഞാൽ, മരിച്ചാൽ വ്യക്തി നരകശിക്ഷയ്ക്ക് പോകില്ല. ഈ ഭൂമിയിലെ സൽകൃത്യ ദുഷ്കൃത്യങ്ങൾക്കനുസരിച്ച് വ്യക്തി ബസ്പുർഖാന എന്ന ഒരു പ്രത്യേക പീഡാസ്ഥലത്തേക്ക് മാറും. പിന്നെ പൗരോഹിത്യ കർമ്മങ്ങളാലും കുർബാനകളാലും ഈ വ്യക്തിയെ നരകദണ്ഡനത്തിൽ നിന്ന് സ്വർഗപറുദീസയിൽ എത്തിക്കാൻ പാലം പണിയുന്ന ഡ്യൂട്ടിയാണ് ഇന്ന് പലരെയും ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ, അങ്ങനൊരു പാലം മനുഷ്യകുലത്തിനില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് തീരുമാനമെടുത്തില്ലെങ്കിൽ നിന്റെ ഓഹരി നരകമാണ് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനം. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇത് ഒരുക്കിയിരിക്കുകയാണോ? വായിച്ചാട്ടെ, യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. യെശയ്യാ 30:33. ശ്രദ്ധിച്ച് കേൾക്കണം. നരകം ഒരുക്കിയിട്ടുണ്ടോ? ആരാണ് ഇത് ഒരുക്കിയത്? ദൈവത്തിന് സ്തോത്രം. പുത്തനാം യെരൂശലേം ഒരുക്കിയിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ നരകം ഒരുക്കിയിട്ടുണ്ടോ? ബൈബിൾ പറയുന്നത് കേൾക്കുക, വായിച്ചാട്ടെ. പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. വായിച്ചാൻറ്റി. അവനതിന്റെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. ഇന്ന് രാത്രി കരമെന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുക. ശ്രദ്ധിച്ചു കേൾക്കണേ, നരകമുണ്ടോ? നരകമുണ്ടോന്ന് ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് കരമുയർത്തി പറയണം, ഈ വഴിവക്കിൽ ഞങ്ങൾ സത്യ സുവിശേഷം ഉയർത്തുകയാണ്. എൻ്റെ കൂടെപ്പിറപ്പേ, നരകം സത്യമാണ്. തിരുവഴുത്തിൽ സങ്കീർത്തനം 11:6 വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ഓഹരി തീയും ഗന്ധകവും അവരുടെ പാനപാത്രത്തിന്റെ ഓഹരിയാകുന്നു. നരകമുണ്ടോ? വിശുദ്ധ ബൈബിൾ പറയുന്നു നരകമുണ്ട്. ഇനി അടുത്ത ചോദ്യം, അങ്ങനെങ്കിൽ ഈ നരകം ഉണ്ടാക്കിയതാരാണ്? ആരാ ഈ നരകം ഉണ്ടാക്കിയേ? സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സഹോദരനോട് പറയാം, യേശു ക്രിസ്തുവാണ് നരകത്തിന്റെ ഉപജ്ഞാതാവ്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ജയിൽ ഉണ്ടാക്കിയതാരാണ്? പൂജപ്പുര സെൻട്രൽ ജയിൽ ഡിസൈൻ ചെയ്തതാരാണ്? വിയൂർ ജയിൽ ഉണ്ടാക്കിയതാരാണ്? ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ഖജനാവിലെ പണമാണ്. അങ്ങനെയാണെങ്കിൽ നരകം സ്വർഗത്തിന്റെ കാര്യപരിപാടിയാണ്. മനസ്സിലാക്കണം,
നരകം സ്വർഗത്തിന്റെ കാര്യപരിപാടിയാണ്. ഞാൻ പറഞ്ഞ വാക്കിന് ചിലപ്പോൾ ഒരു വിശദീകരണം വേണ്ടി വരും. എന്തുകൊണ്ട് യേശു തന്നെയാണ് ഇതിന്റെ പുറകിലെ വ്യക്തി എന്ന് പറയാൻ കാരണം? കൊലോസ്യ ലേഖനം 1:15-16 എന്താ വായിക്കുന്നറിയാമോ? നിങ്ങൾ സമയച്ചുരുക്കം ശ്രദ്ധിച്ചാൽ മതി. സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, ദൃശ്യമായതും അദൃശ്യമായതും സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എങ്കിൽ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ലെങ്കിൽ ഈ രാത്രി മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു അവന്റെ പൂർവകാല നിത്യതയിൽ ഈ പ്രപഞ്ച ചക്രവർത്തിയായി വാണരുളുന്ന എൻ്റെ ദൈവത്തിന്റെ ഏകജാതന്റെ കൂടെ ഡിസൈനിൽ തീർത്തു വച്ചിരിക്കുകയാണ് ശിക്ഷിക്കപ്പെടുന്ന വ്യക്തികൾക്കുള്ള നരകം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയും ഈ നരകത്തിന്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്കറിയാമോ? തിരുവെഴുത്തുനിന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 9:22 ശ്രദ്ധിച്ചു കേൾക്കണേ. റോമാലേഖനം 9:22 വേഗം. എന്നാൽ ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും കൂടെ തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ. കരം ഉയർത്തി എല്ലാവരും ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. എൻ്റെ ദൈവം എന്നിൽ വെളിപ്പെടുത്തിയത് തന്റെ കരുണയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഓ, രക്തത്താൽ ജയം. ആ ബോധ്യം അകത്തു പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എൻ്റെ ദൈവം കരുണ വെളിപ്പെടുത്തിയതിൻ്റെ തെളിവാണ് പൂവമ്മല കോമ്പൗണ്ടിൽ ഞങ്ങൾ ഇരുന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നത്. മുൻപ് പാട്ടിൽ പാടിയതുപോലെ അന്നേ മരിച്ചു പോയെങ്കിൽ നിത്യ നരകത്തിന് ഓഹരിക്കാരനാകേണ്ട എന്നെ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കുറിച്ച് എൻ്റെ ദൈവം എൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുത്തിയതെങ്കിൽ എനിക്ക് നാരായം വിഴുങ്ങിയതുപോലെ ദൈവസ്ഥന് ഇരിക്കാൻ പറ്റില്ല. കരുണ അനുഭവിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം. ഒരു ശില്പിയായ അതേ വിദഗ്ധന് അവന്റെ കയ്യിൽ കിട്ടുന്ന മാർബിൾ ഫലകത്തിൽ അവന്റെ ശില്പത്തിന്റെ കഥ ആ കഴിവ് വെളിപ്പെടുത്തുന്നത് സത്യമാണെങ്കിൽ, ഒരു ചിത്രകാരന് അവന്റെ മുൻപിലുള്ള ക്യാൻവാസിൽ അവന്റെ കഴിവ് വെളിപ്പെടുത്തുന്നത് സത്യമാണെങ്കിൽ, ഒരു പാട്ടുകാരന് ഒരു സദസ്സിൽ അവന്റെ കഴിവ് വെളിപ്പെടുത്തുന്നത് സത്യമാണെങ്കിൽ, സാധുവായി എന്നിൽ എൻ്റെ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത് എന്ന് പറയാൻ കഴിവുള്ള ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവത്തിന് കരുണ എന്ന ഒരു ഭാഗം മാത്രമല്ല കൂടെപ്പിറപ്പേ ഉള്ളത്, എൻ്റെ ദൈവത്തിന് കോപം എന്നൊരു ഭാഗം കൂടെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കോപം ഇവിടുത്തെ രാജാക്കന്മാർ വെളിപ്പെടുത്തുമോ? പോട്ടെ, ഭരണാധികാരികൾ വെളിപ്പെടുത്തുമോ? യഹൂദനെ ഹിറ്റ്ലർ കൊന്നത് എങ്ങനെ നിങ്ങൾക്കറിയാമോ? വാ, എൻട്രൻസിൽ പേരെഴുതി അകത്ത് കയറ്, എല്ലാവർക്കും ജോലി തരാം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറ്റിയിട്ടേ ഒടുവിലത്തെ വഴിയും അങ്ങ് അടച്ചു. രാവിലെ മുതൽ ഉച്ചവരെ ഇങ്ങനെ ഇരിക്കുന്നവർ ബാത്റൂം അന്വേഷിച്ചു. ബാത്റൂമിനകത്തോട്ട് കയറി ഒരാൾ ടാപ്പ് ഓൺ ചെയ്തു. തുറന്ന് വിട്ടതും എന്ന് പറഞ്ഞ് ഗ്യാസ് പുറത്തേക്ക് ഒഴുകി. അകത്തുള്ള ആളുകൾ മരിച്ചു വീണു. ബാക്കി മുഴുവൻ ഡെഡ് ബോഡികൾ ഒന്നിനു പുറകെ ഒന്നായി തറയിലേക്ക് വീണു. അത് എയർപോർട്ടിലേക്കുള്ള ബെൽറ്റ് പോലെയായിരുന്നു. അത് ഒഴുകി നേരെ കുട്ടകങ്ങളിലേക്ക് ഇറങ്ങി. ആ കുട്ടകങ്ങളിലേക്ക് പിടയ്ക്കുന്ന മാംസശരീരങ്ങൾ ഇറങ്ങിയപ്പോൾ അതിന്റെ കാലിൽ കുത്തിക്കടത്തിയ സൂചിയിലൂടെ ചോര വലിച്ചെടുത്തിട്ട് പച്ച മാംസം കുട്ടകങ്ങളിലിട്ട് കുതുകുത കുത്തി തിളപ്പിച്ച് വെട്ടിയെടുത്ത നെയ് കൊണ്ട് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റു. കാര്യമെന്താ? അത് ഹിറ്റ്ലറിന്റെ കോപം വെളിപ്പെടുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു സംഭവം ഞാൻ പറയാം. അടുത്ത ചില ദിവസങ്ങളിലേക്ക് രാജാവിനെ അല്ലാതെ മറ്റൊന്നിനെയും നമസ്കരിക്കരുത് എന്ന ഒരു ആജ്ഞ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഈ സമയം എബ്രായ ബാലന്മാർ രാജാവിനെ നമസ്കരിക്കില്ല. ഈ പ്രത്യേക സമയം നമസ്കരിക്കുകയില്ലെന്നുള്ള ഉറപ്പ് തൻ്റെ ഇടത്തോടെ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല. അഭിമാനം പണയം വെച്ച് സത്യത്തെ ബലി കഴിക്കാതെ കഴുത്ത് മുറിയേണ്ടി വന്നാലും പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ഉണ്ടെങ്കിൽ നിന്നെ മാനിക്കുന്ന ദൈവത്തിന്റെ കരം ചരിത്രത്തിലുണ്ട്. എന്നാൽ ഈ സമയം ചൂളയുടെ ചൂട് 7 മടങ്ങായി വർദ്ധിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു രാജാവിന് കോപം കൂടുമ്പോൾ ആ കോപത്തിന്റെ ഭാഗമായി ഇവിടുത്തെ ചൂളയുടെ ചൂട് 7 മടങ്ങാക്കുമെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ കോപം കാണിക്കാൻ
നെബൂഖദ്നേസറിന്റെ കോപമല്ല, ഹിറ്റ്ലറിന്റെ കോപമല്ല, നീറോയുടെ കോപമല്ല, ഇവിടുത്തെ ഒരു ഏകാധിപതിയുടെ കോപമല്ല, പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തിന്റെ കോപം കാണിക്കാൻ എന്റെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു നരകം യാഥാർത്ഥ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ നിന്നും നിങ്ങൾക്ക് ആ ഭാഗം ഞാൻ കുറെ കൂടെ വ്യക്തമാക്കാം. വേഗം ഒന്ന് വരണം. വെളിപ്പാട് പുസ്തകം 14:10. പെട്ടെന്നൊന്ന് വന്നാട്ടെ. വെളിപ്പാട് പുസ്തകം 14:10. വെളിപ്പാട് 14:10 വായിച്ചാട്ടെ. ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വായിച്ചാട്ടെ. വിശുദ്ധദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ ഒന്ന് കരമുയർത്തി പറഞ്ഞേ. ഒന്ന് ശ്രദ്ധിച്ചേ. അഗ്നിഗന്ധകങ്ങളിൽ എന്തനുഭവിക്കും? ഒന്ന് കരമുയർത്തി പറഞ്ഞേ. എവിടെ 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 അനുഭവിക്കും? സ്തോത്രം. ഇന്ന് രാത്രി ഇത് മനസ്സിലാകാത്തതിന്റെ കാരണം നമ്മൾ ആ രംഗത്ത് നിന്ന് കാര്യമായി പോകാത്തത് കൊണ്ടാണ്. അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കുമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് സത്യമാണെങ്കിൽ ശരീരരഹിതരായ ആത്മാക്കൾ നരകത്തിൽ കിടന്ന് പിടയുമെന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനം ഉറപ്പിച്ചു പറയുന്നെങ്കിൽ നിങ്ങളെ സുഖിപ്പിക്കാൻ വിളിച്ചു പറയുകയല്ല, ഈ സത്യം വിളിച്ചു പറയുന്നു. യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങി സുവിശേഷം സ്വീകരിക്കാത്ത കൂടപ്പിറപ്പേ, നിന്നെ കാത്തിരിക്കുന്നത് നിത്യനാശം എന്ന കൊടിയ ശിക്ഷാവിധിയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ സ്വഭാവം എന്തായിരിക്കും? ചോദ്യം. അപ്പൊ ശരീരരഹിതമായി ആത്മാക്കൾക്ക് നിലനിൽപ്പുണ്ടോ? വിശുദ്ധ തിരുവെഴുത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗൗരവമായ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. നിന്റെ കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നെങ്കിൽ ബാക്കി അതിനെ ചുഴന്നെടുത്ത് എറിഞ്ഞുകളക. 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. നിന്റെ കൈ നിനക്കിടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടിയെടുത്ത് എറിഞ്ഞുകളക. 2 കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കയ്യനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. സ്തോത്രം. എന്നിട്ട് യേശു പറഞ്ഞു, അവിടുത്തെ പുഴു ചാകില്ല, അവിടുത്തെ തീ കടില്ല. വചനത്തിൽ സത്യസന്ധമായി പറയുന്നു, അവിടെ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഈ മത്തി ഊറക്കിടുന്നത് കണ്ടിട്ടുള്ളവരെന്ന് കൈ ഉയർത്തിക്കും. മത്തി ഊറക്കിടുന്നത് നിങ്ങൾ ബാക്കിയുള്ളവരാരും കണ്ടിട്ടില്ലേ? മീൻ ഊറക്കിടുന്നത് കണ്ടിട്ടുണ്ടല്ലോ? ഒന്ന് കൈ ഉയർത്തിക്കുക. മീൻ ഊറക്കിടുന്നത് കണ്ടിട്ടുള്ളത്? ചാക്ക് കൊണ്ടുവരും, ചാക്കിനകത്തോട്ട് ഉപ്പ് നിറയ്ക്കും. ആ ഉപ്പ് ഒരു ലെയർ ഇട്ടതിന് ശേഷം മത്തി അടുക്കും. അടുത്തതായിട്ട് വീണ്ടും മത്തിയുടെ മുകളിൽ ഉപ്പെടുക്കും. ഇങ്ങനെ തീയ് മനുഷ്യൻ, മനുഷ്യൻ തീയ്, തീയ് മനുഷ്യൻ, മനുഷ്യൻ തീയ്. ചിലർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വല്ലാതെ തുറിച്ചു നോക്കുന്നു. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോന്ന്. ദൈവത്തിന് സ്തോത്ര. കുഞ്ഞേ, പറഞ്ഞത് മനുഷ്യനല്ല, ഈ പ്രപഞ്ച ചക്രവർത്തിയായി എൻ്റെ രക്ഷകനാ പറഞ്ഞത്. ആത്മാക്കളെ തീക്കകത്ത് ചുടുന്ന ദിവസങ്ങൾ കൺമുൻപിലുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ശരീരരഹിതമായി ആത്മാക്കൾക്ക് നിലനിൽപ്പുണ്ടോ? ഇന്ന് നമ്മൾ ഇരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കില്ല. ഒരിക്കൽ ശ്രദ്ധേയനായ ഒരു നിരീശ്വരവാദി, അദ്ദേഹത്തിന്റെ പേര് തന്നെ റെയ്മൻ മൂഡി എന്നാണ്. അദ്ദേഹം ക്ലിനിക്കിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന രോഗി അസമയത്ത് മരിച്ചു. പെട്ടെന്ന് മരിച്ചപ്പോൾ തന്നെ ആളിന്റെ ശരീരം ഡ്രസ് ചെയ്യാൻ നേഴ്സ് റൂമിലേക്ക് കൊടുത്തുവിട്ടു, ഡോക്ടേഴ്സ് റൂമിലേക്ക് കൊടുത്തുവിട്ടു. മൂക്ക് പഞ്ഞി വെച്ച് തിരുകി ശരീരം ഇങ്ങനെ ഡ്രസ് ചെയ്യുക. പെട്ടെന്ന് ഈ കൺപോള ചലിച്ചു. ഓടിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ, ആ ബോഡിയുടെ കൺപോള ചലിക്കുന്നു. പ്രഥമ ശുശ്രൂഷ നൽകി, ഓക്സിജൻ കൊടുത്തു, തിരിച്ചു വന്നു ജീവൻ. അപ്പൊ ചോദിച്ചു, താങ്കളുടെ അനുഭവം എന്താ? പറഞ്ഞു, ഇതിനകത്ത് നിന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്റെ ശരീരം താഴെ കിടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ദൈവാസ്തിക്ക് നിഷേധിയായ ഇദ്ദേഹത്തിന് അന്വേഷണം ആരംഭിച്ചു. അമ്മൂമ്മ കഥയല്ല കേട്ടോ, ഡാക്കിനി അമ്മൂമ്മയുടെ കഥ പറയാൻ നിൽക്കുകയല്ല ഞാൻ. ഇവിടെ ഈ പറയുന്നത് സത്യമായ കാര്യമാണ്. അദ്ദേഹം അന്വേഷണം നടത്തിയപ്പോൾ 100 മരണാസന്നരായ ബോഡിയിൽ ടെസ്റ്റുകൾ നടത്തി. ഒരു പെൺകുട്ടി മരിച്ചു.
അവൾ ജീവനിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവളോട് ചോദിച്ചു, മോളെ നിന്റെ അനുഭവം എന്താ? അവൾ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞതോടെ എൻ്റെ ശരീരത്തിനകത്തുനിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ രൂപത്തിൽ ഞാൻ പുറത്തിറങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെക്കപ്പുകൾ ഞാൻ മാറി നിന്ന് കണ്ടു. ഒരു ചെറുപ്പക്കാരൻ മുങ്ങി മരിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അദ്ദേഹം ജീവനിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ അനുഭവം പറയുകയാണ്, ഞാനും എൻ്റെ അനിയനും കൂടെ ഈ നദിയിൽ നീന്തുകയായിരുന്നു. പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയില്ല, എൻ്റെ ശരീരത്തിനകത്തു നിന്ന് ഞാൻ രൂപരഹിതമായി പുറത്തിറങ്ങി. എൻ്റെ ആളത്വം എനിക്കറിയാം, പക്ഷേ എൻ്റെ ബോഡി നദിക്കരയിൽ കിടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഈ സമയത്ത് നിരീശ്വരവാദിയായി ഈ മനുഷ്യൻ കുറിച്ച ഗ്രന്ഥത്തിന്റെ ഒടുവിലത്തെ വരികൾ അദ്ദേഹം ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത്: കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ പഠിച്ചാൽ മരണം മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യമല്ല, അത് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്ന ലോകമാണ് എന്ന് കരമുയർത്തിപ്പിടിച്ച പ്രിയരെ. ഞാൻ ഈ രാത്രി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ചെറുപ്പക്കാരുടെ മരണം വർദ്ധിക്കുകയല്ലേ? ഇന്ന് പകലും ഞാൻ ഒരു ഡെഡ് ബോഡിയുടെ മുൻപിൽ നിന്ന് ശവസംസ്കാര ശുശ്രൂഷയുടെ ഒടുവിലത്തെ സമയം കഴിച്ചിട്ടാണ് വന്നേ. ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു, അത്തിക്കയത്തെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ടവൻ്റെ ശവമടക്കിൽ ഞാൻ പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ടവൻ എന്നെ വിളിച്ചു പറഞ്ഞു, രാജു പാസ്റ്ററെ, അഭിമാനമുണ്ട്, കാരണം ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു പ്രസംഗം. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായി മനസ്സിലായി. എനിക്ക് മനസ്സിലായി പാസ്റ്ററെ, കുറെ കൂടി ഇരുന്ന് ചിന്തിക്കുന്നു. ഫോൺ കട്ട് ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഞാൻ ഉണരുമ്പോൾ എൻ്റെ മൊബൈലിൽ വന്ന മെസ്സേജ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ സഹോദരൻ എന്നെ തലേ രാത്രി പ്രശംസിച്ചയാളില്ലേ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. രാവിലെ ഭാര്യയുമായി ഒരുമിച്ച് പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എന്തിന് പൂരി, ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞ് ഹാസ്യരൂപത്തിൽ ഭാര്യയുമായി സംസാരിച്ച് ഒരു കമ്പിയിൽ കോർത്ത പൂരി പാത്രത്തിലോട്ടിട്ടപ്പം പെട്ടെന്നൊരു അസ്വസ്ഥത, ഇരുന്ന ഇരിപ്പിൽ താഴേക്ക് വീണു. ഒരു പറ്റം കാർഡിയാക് ഡോക്ടർമാരുടെ അടുക്കലെത്തിച്ചു. പക്ഷേ വിശദീകരണം വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആള് പോയി. നിങ്ങൾക്കറിയാം, പൂച്ചടിയിലെ സണ്ണിച്ചായൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാളാണ്. ഞാൻ രാവിലെ സമയം സൈക്ലിങ്ങിന് ഇറങ്ങുമ്പോൾ ആളുകൾ ഓടുന്നു. ചോദിച്ചു, എന്താ പറ്റി? പൂച്ചടിയിലെ സണ്ണിച്ചായൻ മരിച്ചു. ഞാൻ ചോദിച്ചു, പൂച്ചടിയിലെ സണ്ണിച്ചായൻ മരിച്ചോ? അതെ, മരിച്ചു. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കാണുന്നത് ഡെഡ് ബോഡിയാണ്. രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ ഭാര്യയോട് പറഞ്ഞ് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചിട്ട് സിറ്റ് ഔട്ടിലെ സോഫയിലേക്ക് ഒന്ന് ചരിഞ്ഞു കിടന്നു. ചായ ഉണ്ടാക്കിക്കൊണ്ട് ഭാര്യ വന്നപ്പോൾ വെട്ടി വിറച്ച് വിയർത്ത് തണുത്ത് കിടപ്പുണ്ട്. പ്രിയരെ, ഞാൻ ഈ ദൂത് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദം ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരും ഒരുമിച്ച് ദൈവത്തിന് സ്തോത്ര. ശബ്ദം ഉയർത്തി അല്പ മിനിറ്റുകൾ, ചില മിനിറ്റുകൾ, ഞാൻ അവസാന മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും, കർത്താവിൻ്റെ മകൻ പ്രിയ ടോം മുൻപോട്ട് കടന്നു വന്ന് ഒരു പാട്ടിൻ്റെ ചരണങ്ങളൊന്ന് പാടാൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നത്, ഓർക്കായിരത്ര കഷ്ടമേ. ആ രണ്ട് കൈകളും എത്രത്തോളം മലർത്താമോ അത്രത്തോളം മലർത്തിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ ഈ ദൂത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞ് എൻ്റെ നിത്യത ഒന്ന് പറഞ്ഞേ. ഇത്രയും ശബ്ദം പോരല്ലോ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ശബ്ദമുയർത്തി എന്ന് പറഞ്ഞ് എൻ്റെ നിത്യത. ഇരിക്കുന്ന ഇരിപ്പിൽ അടുത്തിരിക്കുന്ന ആളിന്റെ കാതിൽ മുഴങ്ങത്തക്ക വിധം പറഞ്ഞേ എൻ്റെ നിത്യത. ഒന്ന് ചേർന്ന് പാടാം. എപ്പോഴാണ് എൻ്റെ സോദര, എപ്പോഴാണെന്റെ സോദര ശബ്ദമുയർത്തി മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. ഇപ്പാരിൽ നിൻ ജനങ്ങൾക്കു തൃപ്തിയില്ലാഞ്ഞു ലോകത്തെ പോൽ ജീവിച്ചിട്ട്. ഇപ്പാരിൽ നിൻ ജനങ്ങൾ
തൃപ്തിയില്ലാഞ്ഞു ലോകത്തെ പോൽ ജീവിച്ചിട്ട് ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം ലേശം ഇല്ല സമയങ്ങൾ ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം ലേശം ഇല്ല സമയങ്ങൾ. ശക്തിയോടെ ചേർന്ന് പഠിക്കട്ടെ. ഓ രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. ഇന്ന് രാത്രി ഈ ദൂത് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാണ് നരകം എന്ന ചോദ്യത്തിന് ബൈബിളിന്റെ ഉത്തരം നിങ്ങൾ ശ്രദ്ധിക്കണം. മനുഷ്യകുലത്തിനല്ല നരകം, സാത്താനും അവന്റെ ദൂതന്മാർക്കുമാണ് നരകം. എന്നാൽ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങി അവന്റെ മുൻപിൽ ആയുസ് സമർപ്പിച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നിന്റെ നിത്യശിക്ഷാവിധി ഒഴിഞ്ഞു പോകുന്ന രാത്രിയായിരിക്കും ഈ രാത്രി. എന്നാൽ ആ കരം നീ കൊടുക്കാതിരുന്നാൽ നിന്നെ കാത്തിരിക്കുന്നത് പ്രമോഷനല്ല, നിന്നെ കാത്തിരിക്കുന്നത് നിത്യ നരകമായിരിക്കും. കരം ഉയർത്തിപ്പിടിച്ച പ്രിയരെ, ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എല്ലാവരും ഒരുമിച്ചൊന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാരൊന്ന് എഴുന്നേറ്റ് നിന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്ന നിൽപ്പിൽ കരങ്ങൾ ഉയർത്താവുന്നവർ കരം ഉയർത്തി പ്രാർത്ഥിക്കണം. ഈ രാത്രി ഇതിനകത്ത് മാത്രമല്ല ഈ വചനം ഉയർന്നുകൊണ്ടിരിക്കുന്നത്, ഈ പരിസരങ്ങളിലേക്കെല്ലാം ഈ ജീവന്റെ വചനം വ്യാപരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ കാണുകയാണ്, സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുകയാണ്. സാത്താൻ ചില വ്യക്തികളെ നോട്ടം വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മരണത്തിന്റെ തണുത്ത കരങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ചില വ്യക്തികളെ അത് തലോടേണ്ടതിന് പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം നിന്റെ ശരീരത്തിൽ ഭവിക്കാൻ തുടങ്ങുന്നത് എന്താണെന്ന് എൻ്റെ കൂടെപ്പിറപ്പെ നിനക്കറിയില്ല. എന്നാൽ ഇന്ന് രാത്രി നിന്റെ മുൻപിൽ രണ്ട് വഴികൾ നിൽക്കുകയാണ്. ഒന്ന്, കത്തുന്ന ഒരു നരകം, നിത്യശിക്ഷാവിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നീ അവിടേക്ക് കടന്നു പോകും. എന്നാൽ രണ്ട്, യേശുവിലൂടെയുള്ള നിത്യജീവനാൽ നരകവിധി ഒഴിഞ്ഞു പോകാം. ഈ രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ പിൻപിലിരിക്കും നിൽക്കുന്ന ദൈവദാസന്മാർ അന്യഭാഷയിൽ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കുകയാണ്. പൈശാചിക ശക്തികൾ ചില വ്യക്തികളെ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴച്ച് അവന്റെ വഞ്ചനയ്ക്കകത്ത് കണ്ണ് തുറക്കാതിരിക്കത്തക്ക വിധം ആത്മീയ ശുശ്രൂഷ പോലും ഒരു രസകരമായ അഭിനയമാകത്തക്ക വിധം ഈ ഗ്രൗണ്ടിൽ വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ചില പ്രിയപ്പെട്ടവരെ കെട്ടിയിട്ടിരിക്കുന്ന മുഖങ്ങളെ ഈ വചനത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ തുടങ്ങുന്നു. ആത്മഭാരമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. അബ്ദൽ ഘടകന ദിഗജകൾ ഘടകന. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കർത്താവിന്റെ കരം ഇതിനകത്തിയ വ്യക്തികളെ ആഴത്തിൽ തൊടുകയാണ്. കർത്താവിന്റെ കരം ഇന്ന് രാത്രിയിലെ കെട്ടുകളെ അഴിച്ചെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രിയിലെ ബന്ധനങ്ങളെ പൊട്ടിക്കുകയാണ്. എന്റെ പൈശാചിക അടിച്ചമർത്തലുകളെ, എന്റെ കുടുംബ വകയായി വാഴുന്ന ശാപത്തിന്റെ ബന്ധനങ്ങളെ ഈ ദൂത് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ സ്വർഗം അഴിച്ചെടുക്കുന്ന രാത്രിയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ആ കരങ്ങൾ രണ്ട് കർത്താവിങ്കിലേക്ക് എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്ന് പറയാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞാട്ടെ.
ശബ്ദം ഉയരട്ടെ. മടിക്കേണ്ട കേട്ടോ, മടിക്കേണ്ട. ഇന്ന് രാത്രി നീ ലജ്ജിച്ചു മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്കുന്ന ഒരു ദിവസം വരികയാണ്. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് അടുത്ത ബംഗ്ലാവിന്റെ നില എങ്ങനെ പൊക്കാം എന്നതിനെ കുറിച്ചല്ല. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് ക്യാൻസർ രോഗം എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചല്ല. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് അടുത്ത കാർ എങ്ങനെ വാങ്ങിക്കാം എന്നതിനെ കുറിച്ചല്ല. കൂടെ പറപ്പേ, നിന്റെ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആയാൽ, അടുത്ത ആക്സിഡന്റ് മരണത്തിന് വഴിതെളിച്ചാൽ, നിന്റെ ജീവൻ ഇവിടുന്ന് പറന്നകന്നാൽ, ഞാൻ പറുദീസയിലെത്തുമെന്ന് ബോധ്യമില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ കെട്ടഴിയുന്ന രാത്രിയാണ് ഈ രാത്രി. ഒരുപറ്റം ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്, യേശുവിന്റെ രക്തത്താൽ ചില ബന്ധനങ്ങൾ അഴിയട്ടെ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാവുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. മടിക്കേണ്ട, മടിക്കേണ്ട. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല ഈ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ രാത്രി ജീവന്റെ വചനം ഇടപെടുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഈ രാത്രി ഓർക്കുക, 11 ഉയർത്തിക്കെട്ടിയ ഓരോരോ ബോർഡുകൾക്കകത്ത് ഇതുവഴി പോകരുത്, ഇതുവഴി പോകരുത്, ഇതുവഴി പോകരുത്, ഇതുവഴി പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ യേശു 11 വട്ടം ആവർത്തിക്കുകയാണ്. നിത്യ നരകം, നിത്യ നരകം, നിത്യ നരകം അത് നിന്നെ കാത്തിരിക്കുന്നു, നീ അതുവഴി പോകരുത്. എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുമിച്ചൊന്ന് എഴുന്നേറ്റാട്ടെ. ആരും ഈ ഗ്രൗണ്ട് വിടരുത്. ആ 2 കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച്, ആ 2 കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച്. മടിക്കേണ്ട. ആ 2 കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് ശബ്ദമുയർത്തി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റ് കണ്ണ് തുറക്കണേ. ഒരു ദൈവദാസൻ ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ച്. ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. കിഴക്കൻ മേഖലയിലാണ്, വണ്ടി സൗകര്യമില്ലാത്ത സ്ഥലമാണ്. പെട്ടെന്ന് മുന്നിലിരുന്നൊരു അമ്മച്ചി ബോധരഹിതയായി നിലത്ത് വീണു. അമ്മച്ചി നെഞ്ച് തപ്പിപ്പിടിച്ചോണ്ട നിലത്ത് വീണേ. ഓടിച്ചെന്ന് അടുത്തൊരു നേഴ്സ് ഉണ്ടായിരുന്നു, പൾസ് പിടിച്ച് നോക്കിയപ്പോൾ ആള് പോയി. പക്ഷെ ഒരു വണ്ടി വന്ന് ഈ സഹോദരിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ചുറ്റുമിരുന്ന് ദൈവമക്കൾ കൈ കോർത്ത് പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനൊരു ദൂത് പറയാം. സമയമാകുന്നതിന് മുൻപ് മരണദൂതന്റെ കരം നിന്റെ മേൽ വെച്ചാൽ പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ ബന്ധനത്തെ അഴിച്ചു മാറ്റാനുള്ള ശക്തി പ്രാർത്ഥനയുടെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. എന്തിന്? 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി വരാറായി. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി വെള്ളം ചോദിച്ചു. ഈ 2 മണിക്കൂർ എവിടായിരുന്നു എന്ന് ദൈവദാസൻ ചോദിച്ചു. പറഞ്ഞു കേൾക്കണോ? അയ്യോ, ഞാൻ പോയ വഴി നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വേദന തുടങ്ങി, അഞ്ചൈന തുടങ്ങി, ചുരുണ്ടി ഞാൻ തറയെ വീണു. പെട്ടെന്ന് ഈ ശരീരത്തിനകത്തു നിന്ന്, അമ്മുമ്മ കഥയല്ല കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം, എന്റെ ശരീര രൂപത്തിന് തുല്യമായി ഞാൻ പുറത്തിറങ്ങി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒരമ്മച്ചി നിലത്ത് കിടക്കുക, അമ്മച്ചി പറയുക, എന്റെ ശരീര രൂപത്തിന് തുല്യമായി ഞാൻ പുറത്തിറങ്ങി. ആ ചെവിക്ക് നല്ല കേൾവി, ആ കണ്ണിന് നല്ല കാഴ്ച, ആ രൂപം എന്റെ ബോഡിയെ നേരിട്ട് കണ്ടു. സ്തോത്രം. വി ആർ കൃഷ്ണയ്യറെ അറിയുമോ? കൃഷ്ണയ്യർ ഭാര്യയുടെ മരണം വരെ നിരീശ്വരവാദിയായ അദ്ദേഹം പഠിച്ചിട്ട് പറയുന്നു, മരണം അന്ത്യമല്ല. എന്നാൽ ഈ അമ്മച്ചി പറയുക, ഞാൻ മുകളിലേക്ക് യാത്രയായി. യാത്രയ്ക്ക് മുൻപിൽ ഞാനൊരു കവാടത്തിലെത്തി. ഒരു നദി ഒഴുകുകയാണ്, മരണയോർദാനാണ് എന്നെനിക്ക് മനസ്സിലായി. മറുകര കടക്കാൻ നിൽക്കുമ്പോൾ തേജസ് ഉടുത്ത വെള്ളിച്ചിറകുള്ളൊരു ദൂതൻ എന്റെ മുൻപിൽ പറയുകയാണ്, ഒരു സഭ നിനക്കായി പ്രാർത്ഥിക്കുന്നു, മടങ്ങിപ്പോകൂ. ഞാൻ ഇതിനകത്ത് വന്ന് കയറി. ഒന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ച ദൈവമക്കളെ, ഞാൻ ഈ രാത്രി പറയാം, മുട്ടുവേദന മാറാനല്ല സുവിശേഷ യോഗം, നിന്റെ നിത്യ നരകം ഒഴിയാനാണ് എങ്കിൽ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ എനിക്കറിയില്ല. ഇന്ന് രാത്രി നിത്യ നരകം എനിക്ക് വേണ്ട
യേശു എനിക്ക് മതി എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാ, നെഞ്ചോട് കൈകളൊന്ന് വെച്ചേ. ശബ്ദമുയരട്ടെ, നെഞ്ചോട് കൈകളൊന്ന് വെച്ചേ. പാസ്റ്ററെ, ഈ രാത്രി മീറ്റിങ്ങിന് ഞാൻ വന്നു. ഞാൻ ഈ രാത്രി മണ്ണിനേക്കാൾ നിത്യതയെ കാണുക. ക്രൂശിനെ ഞാൻ ആലിംഗനം ചെയ്യുകയാ. യേശുവിന്റെ പാദം ഞാൻ മുത്തുക. എന്റെ പാപക്കറകൾ കഴുകാൻ കഴിവുള്ള യേശുവിൽ ഞാൻ ഇന്ന് രാത്രി കടന്ന് ആശ്രയിക്കുക. എനിക്ക് ഒരു പടി കൂടെ മുന്നേറാൻ പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്ന നിങ്ങൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. യേശു പ്രഖ്യാപിച്ച നിത്യനാശം എന്ന നരകം പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകം, രാജാവിന്റെ കോപത്തേക്കാൾ മഹാദൈവത്തിന്റെ കോപം കത്തി നിൽക്കുന്ന നരകം, മരണമെന്ന പ്രതിഭാസം കഴിഞ്ഞാൽ കൂടപ്പുറപ്പേ നിന്നെ കൊണ്ടുപോകാൻ കാത്തു നിൽക്കുമ്പോ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി വെളിപ്പെട്ടതാണ് കാൽവറിയിലെ സ്നേഹം. ഇന്ന് രാത്രി ഉയർന്ന കരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ ഈ രാത്രി ഉയർന്ന കരങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ വേദിയിൽ നിൽക്കുന്ന ദൈവദാസന്മാരൊക്കെ കരങ്ങൾ ഇവർക്ക് നേരെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്റെ കൂടപ്പുറപ്പേ, മദ്രാസിലെ മോനെ അറിയാമോ? കരിക്കൻ വില്ല കൊലക്കേസിലെ ഒന്നാമത്തെ പ്രതി, വളത്തമ്മയുടെ വയറ്റിൽ കറിക്കത്തി കുത്തിക്കടത്തിയ ആ നരാധമൻ, അവനെ കഴുകിയതാണ് യേശുവിന്റെ രക്തമെങ്കിൽ യേശുവിനെ കൂടാതെ ആർക്കും സ്വർഗത്തിലെത്താൻ പറ്റില്ല. യേശുവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പാപക്കറയുമില്ല. ഇന്ന് രാത്രി വഴിവക്കിൽ നിൽക്കുകയാണെങ്കിലും ടെറസിന്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിലും ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരികയാണ്. എനിക്ക് കഴുകൽ വേണം എന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ട വലതുകരം ഉയർത്തിപ്പിടിച്ചേ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, നിത്യജീവന്റെ വചനം ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ പ്രസംഗിച്ചു. എരിയുന്ന നരകത്തിൽ കത്തിത്തീരേണ്ട ആത്മാക്കളെ ക്രൂശു മുഖാന്തരം വിടുവിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം. നിന്റെ കരങ്ങളിൽ ഈ ഉയർന്ന കരങ്ങളെ കൈമാറുകയാണ്. കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങൾ ഇന്ന് രാത്രി ഈ കരങ്ങളെ ആത്മാവിൽ മുദ്ര വയ്ക്കുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ സ്തോത്ര. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? എല്ലാ ദൈവമക്കളും ഒരു പാട്ടിന്റെ ചരണങ്ങളെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് ചേർന്ന് പാടിക്കൊണ്ട് യോഗം അവസാനിപ്പിക്കാൻ തുടങ്ങുകയാണ്. മറക്കരുത്, സുവിശേഷ യോഗത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ആത്മാക്കളെ നിത്യതയ്ക്കായി ഒരുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.